സമർപ്പിക്കേണ്ടതില്ല. ഒരു വെള്ള പേപ്പർ അപേക്ഷ എഴുതി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിച്ചാൽ മതി. നോമിനേഷനാണ് ലഭ്യമായിരിക്കുന്നത്. അൻസർ പുള്ളൂരിൽ കൗൺസിലർ സെലക്ഷൻ 23, അനസ് പാറയിൽ കൗൺസിലർ വേഷൻ 25, അബ്ദുൽ ലത്തീഫ് ഇലാറ്റോട്ട നേർസറ ഡിവിഷൻ 11. ഈ 3 നോമിനേഷൻസ് ആണ് കിട്ടിയത്. ഒരു ഇലക്ഷൻ നടപടിക്രമത്തിലേക്ക് ആരംഭിക്കുകയാണ്. സാധാരണ മുനിസിപ്പാലിറ്റികൾ ഒറ്റ നോമിനേഷനേ ഉള്ളൂ എന്നുള്ള കാരണത്താൽ ഐകണ്ഠേന സ്ഥിരമായിട്ട് തെരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. ഇവിടെ ഇപ്പോൾ 3 നോമിനേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇലക്ഷനിലേക്ക് കടക്കാം. അതുകൊണ്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ അതാണ് അസാധുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആരംഭിച്ച് പൂർത്തിയാക്കാവുന്ന പൂർണ്ണമായി പാലിക്കുക. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇരുപത്തെട്ട് നോമിനേഷൻ ബാലറ്റ് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ സാധ്യത പരിശോധിച്ച് ഇതാദ്യം സോർട്ട് ചെയ്യും. ആ സോർട്ട് ചെയ്തതിനു ശേഷം കൗണ്ടിങ്ങിന് സ്ഥാനാർത്ഥികളെ മാത്രം മുന്നോട്ട് വിളിക്കും. ഇത് വാലിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ബാലറ്റുകളാണ്. 2, 3, 4, 8 ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന നോമിനേഷനുകളിൽ 1 റിജക്ട് ചെയ്യും. ബാക്കി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 2 പേര് തമ്മിലായിരിക്കും അടുത്ത ഇലക്ഷൻ നടക്കുക. ആദ്യത്തെ പോളിംഗിൽ ക്രമം നമ്പർ 1 അനസ് പാറയിലിന് ലഭ്യമായ വോട്ട് 8. ക്രമം നമ്പർ 2 അൻസർ പുള്ളൂരിൽ ലഭ്യമായ വോട്ട് 15. ക്രമം നമ്പർ 3 അബ്ദുൽ ലത്തീഫ് ലഭ്യമായ വോട്ട് 5. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭ്യമായത് ക്രമം നമ്പർ 1 അനസ് പാറയിൽ
8 വോട്ടും ക്രമം നമ്പർ 2 അൻസർ പുള്ളൂരിൽ 15 വോട്ടും ആയതുകൊണ്ട് ആദ്യത്തെ ക്രമം നമ്പർ 2 പേരും അടുത്ത ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ആരംഭം കുറിക്കുകയാണ്. ഇലക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. 2 ഘട്ടവും നടത്തിയ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിൽ അനസ് പാറയിൽ ആകെ 8 വോട്ട് നേടിയിട്ടുണ്ട്. ക്രമം നമ്പർ 2 അൻസർ പുള്ളൂരിൽ 15 വോട്ട് നേടി ജയിച്ചിരിക്കുകയാണ്. അസാദ് വോട്ട് 5 ആകെ. അതുകൊണ്ട് തന്നെ ക്രമം നമ്പർ 2 അൻസർ പുള്ളൂരിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. അത് അനൗൺസ് ചെയ്യാൻ നമുക്ക് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങും കൂടെ നടത്താവുന്നതാണ് കേട്ടോ. അത് നടത്തും ഇപ്പൊ തന്നെ ഹരീഷ് ഒരു മിനിറ്റ് ഇതൊന്ന് പ്രവർത്തിക്കാൻ നമുക്ക് അടുത്ത് ആള് സ്ഥാനാർത്ഥി വേദിയിലേക്ക് പ്രതിജ്ഞയുടെ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് പൂരിപ്പിച്ചു M64 ഈരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിലിലെ അൻസർ പുള്ളൂരി എന്ന ഞാൻ നിയമപരമായി നടപ്പാക്കിയ ജുഡീഷ്യൽ സംഘടനയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡയും നിലനിർത്തുമെന്നും ജയശങ്കയോ ഫലമോ വാത്സല്യമോ വിശ്ലേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥയും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവും അറിവും വിനിയോഗം ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
ബഹുമാന്യായ ചെയർപേഴ്സൺ റിട്ടേണിംഗ് ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട സ്റ്റാഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനസ് നാസർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ഭാരവാഹിയായി വളരെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ അൻസർ കഴിഞ്ഞ പ്രാവശ്യം നഗരസഭാ കൗൺസിലർ ആ വാർഡിലെ കൃത്യമായി വികസന പ്രവർത്തിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം 11 കൗൺസിലർമാരുടെ കൂടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പുറത്തു നിൽക്കുകയും ചെയ്ത ആളാണ് അൻസർ. വലിയ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, വലിയ വാഗ്ദാനങ്ങൾ വന്നപ്പോൾ പോലും മനസ്സിൽ സഞ്ചരിക്കാതെ UDF-നോടും അടിയോഗത്തിരുന്ന വ്യക്തിത്വമാണ് ശ്രീ അൻസർ. KSU ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും അൻസറിന്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകാൻ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി എല്ലാവിധ ആശംസകളും അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ഭരണാധികാരിയായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുതായിട്ട് തിരഞ്ഞെടുത്ത അൻസർ പുള്ളോലിക്ക് കുറഞ്ഞ മാസങ്ങളേ ഉള്ളൂ. നല്ല രീതിയിൽ ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ പ്രവർത്തിക്കാനും അള്ളാഹു ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അള്ളാഹുവിനോട്, പിന്നെ എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എനിക്ക് തന്ന ഈ അംഗീകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ കാലയളവിൽ പ്രവർത്തിച്ചതിനേക്കാളും കൂടുതലായിട്ട് ചെയർപേഴ്സണുമായിട്ടും മറ്റ് കൗൺസിലറുമായിട്ടും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 95% വികസനവും എത്തി നിൽക്കുകയാണ്. ഇനി ഒരു 5-6% വികസനം കൂടെ മുനിസിപ്പാലിറ്റിക്കുള്ളൂ. അതും കൂടെ ഈ 6 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാം ചെയ്ത് തീർക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഈ സ്ഥാനം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.